സെന്റ് തോമസ് നഴ്സറി സ്കൂൾ വെള്ളരിക്കുണ്ട് 2024-25 അധ്യയന വർഷം ജൂൺ 10 58 കുട്ടികളും 3 അധ്യാപകരും ഒരു സഹായിയുമായി പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും സന്നിഹിതരായിരുന്ന അന്നേ ദിവസം സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റവറൻ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം അച്ഛനും അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജോസഫ് മുഞ്ഞനാട്ടച്ഛനും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും വെഞ്ചരിപ്പ് കർമ്മം നടത്തുകയും ചെയ്തു. ദൈവാനുഗ്രഹത്തോടെ പ്രവേശനോത്സവ പരിപാടികൾ നടത്തുകയും മധുര പലഹാരങ്ങൾ കൂടി നൽകുകയും ചെയ്തു. മാനേജ്മെന്റ്. ഫ്രാൻസിസ്കൻ ക്ലാഡിസ്റ്റ് കോൺഗ്രിഗേഷൻ തലശ്ശേരി സെന്റ് ജോസഫ് പ്രോവിൻസ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ അഞ്ജലിയും പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങളും നല്ല നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ നൽകുകയും ചെയ്തു വരുന്നു. വെള്ളരിക്കുണ്ട് സെന്റ് തോമസ് FC കോൺവെന്റിന്റെ സുപ്പീരിയറും ഈ സ്ഥാപനത്തിന്റെ ലോക്കൽ മാനേജറുമായ റവറൻ സിസ്റ്റർ അനിതയുടെ നേതൃത്വവും ആത്മാർത്ഥമായ സഹകരണവും ഈ സ്ഥാപനത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ്. സെന്റ് തോമസ് നഴ്സറി സ്കൂൾ ഇൻചാർജ് സിസ്റ്റർ സംഗീതയോടൊപ്പം ടീച്ചേഴ്സായി മിസ്സസ് സൗമ്യ, മിസ്സസ് ബിന്ദു, ഹെൽപ്പറായി രമ്യ ചേച്ചി എന്നിവരും സേവനം ചെയ്തു വരുന്നു. PTA. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും. മാതാപിതാക്കളുടെ സ്വപ്ന സാഫല്യവും പ്രതീക്ഷയുമായ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതം ആരംഭം കുറിക്കുന്ന ഈ സ്ഥാപനത്തിന് രക്ഷിതാക്കൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നു. 2024-25 പ്രവർത്തന വർഷത്തിൽ PTA ജനറൽ ബോഡി യോഗത്തിൽ PTA പ്രസിഡന്റായി ശ്രീ പ്രശാന്തിനെ തെരഞ്ഞെടുക്കുകയും ഈ വർഷം കുട്ടികളുടെ കുറവുണ്ടെങ്കിലും ചെറിയ രീതിയിൽ വാർഷികം നടത്തുവാൻ തീരുമാനിക്കുകയും കമ്മിറ്റികൾക്ക് രൂപം നൽകുകയും ചെയ്തു. പാഠ്യേതര പ്രവർത്തനങ്ങളും വിലയിരുത്തലും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയുള്ള സമയം കുട്ടികൾ ഇവിടെ ചെലവഴിക്കുന്നു. കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന രീതികളും നടന്നുവരുന്നു. കുഞ്ഞു മനസ്സുകളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തുന്നതിനായി ഡാൻസ്, ഡ്രോയിങ് എന്നിവയുടെ പരിശീലനവും കുട്ടികളിലെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് എക്സസൈസുകളും ദിനാചരണങ്ങൾ പരിചയപ്പെടുന്നതിന് അവസരങ്ങളും നൽകി വരുന്നു. പ്രവേശനോത്സവം, പരിസ്ഥിതി ദിനം, പാട്രൺസ് ഡേ, സെയിന്റ് അൽഫോൻസ, ഇൻഡിപെൻഡൻസ് ഡേ, ഓണം, കേരളപ്പിറവി എന്നിവ സമുചിതമായി ആഘോഷിക്കുകയും കുട്ടികളുടെ ജന്മദിനത്തിൽ അവർക്ക് ആശംസകൾ നേരുകയും കുട്ടികൾ കൊണ്ടുവരുന്ന മധുരം കുട്ടികൾക്ക് നൽകുകയും ചെയ്തു വരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സെന്റ് തോമസ് നഴ്സറി സ്കൂളിലേക്ക് വരികയും കുട്ടികളെയും കൂട്ടി വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി നൽകുകയും ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ കൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് പൂക്കളമിടുകയും ഓണപ്പാട്ടുകൾ പാടുകയും കുട്ടികൾക്ക് പായസം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രസംഗ മത്സരം നടത്തി. നവംബർ 14 ശിശുദിനത്തിൽ വെള്ളരിക്കുണ്ട് നിർമ്മലഗിരി LP സ്കൂളിലെ കുട്ടികൾ ഹെഡ്മിസ്റ്റേഴ്സ് ശാന്തി ടീച്ചറിൻ്റെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ച് റാലിയായി സെന്റ് തോമസ് നഴ്സറി സ്കൂളിലേക്ക് വന്ന് കുട്ടികൾക്ക് മധുരം നൽകുകയും വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തത് നല്ല അനുഭവമായിരുന്നു. കൂടാതെ സെന്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് കുട്ടികൾ വന്ന് കുഞ്ഞുങ്ങളെ വിഷ് ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പുൽക്കൂട് നിർമ്മിക്കുകയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ലോക്കൽ മാനേജർ സിസ്റ്റർ അനിതയും വന്ന് ആശംസകൾ അർപ്പിക്കുകയും
ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തത് ഹൃദ്യമായ അനുഭവമായി. കുട്ടികൾക്കും ഡ്രൈവേഴ്സിനും അവിടെയുണ്ടായിരുന്ന പേരൻസിനും കേക്ക് നൽകുകയും ചെയ്തു. കുട്ടികളുടെ കായികക്ഷമത വളർത്തുന്നതിനായി സ്പോർട്സ് ഡേ നടത്തി വിവിധ കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി യൂണിറ്റ് ടെസ്റ്റുകളും ടെർമിനൽ എക്സാമിനേഷനുകളും നടത്തിവരുന്നു. ഓരോ ടെർമിനൽ എക്സാമിനു ശേഷവും പ്രോഗ്രസ് കാർഡുകൾ നൽകുകയും രക്ഷകർത്താക്കളെ പഠന പുരോഗതി അറിയിക്കുകയും ചെയ്തു വരുന്നു. ഈ വർഷത്തെ ടാലന്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 42 പേർ പങ്കെടുക്കുകയും 13 കുട്ടികൾ 5 മുതൽ 14 വരെയുള്ള റാങ്കുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. 57 വർഷത്തെ പാരമ്പര്യവും അനുഭവ സമ്പത്തും കോർത്തിണക്കി വെള്ളരിക്കുണ്ട് എന്ന മലയോര ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സംരംഭമായ സെന്റ് തോമസ് നഴ്സറി സ്കൂൾ ഇന്നും അതിന്റെ പ്രയാണം തുടരുന്നു.